ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈദ് ഡേ ആണ് കാണിക്കുന്നത് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് അടിച്ച് നനച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് പെരുന്നാൾ നമസ്കരിച്ചു. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ്. ഇത് നല്ല ഡാർക്ക് റെഡ് കളറാണ്, ഇതിനെക്കാട്ടിലും നല്ല ഡാർക്ക് റെഡാണ്. അങ്ങനെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം. ആദ്യം തന്നെ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദേഷ്യമൊക്കെ പെട്ടിട്ട് കുറച്ച് പ്രൈമറൊക്കെ ഇട്ടു. പിന്നെ അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. ഫൗണ്ടേഷനൊക്കെ നല്ലപോലെ നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാജൽ യൂസ് ചെയ്ത് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഐലൈനർ വരച്ചു. ഞാൻ അത്യാവശ്യം പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഐലൈനറൊക്കെ വരച്ചു. ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അല്ലേലൊരു നല്ല ദിവസം എൻ്റെ മുഖത്തൊരു 3 കുരുവെങ്കിലും വന്നില്ലെങ്കിൽ ആ ദിവസം ഒരു ദിവസമല്ല ഗൈസ്. ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു, ലിപ്പ് ലൈനറൊക്കെ ഇട്ടു. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്, ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. ഇതൊരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യരുത്. ഐലൈനർ വരച്ചിട്ട് ഒരിക്കലും ഐ ഷാഡോ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അവസാനം സ്പ്രെഡ് ആവും. ഞാൻ എന്ത് മന്ദബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ കമ്മൽ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മൽ പറന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി. പിന്നെ ഞാനത് എടുത്തിട്ടു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെവി അടഞ്ഞു പോയി ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയെ കൊണ്ട് കുത്തി തുറപ്പിച്ചാണ് ഇട്ടത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങ് ഇറങ്ങി. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയായിരുന്നു ഞാൻ ഇരുന്നത് ഇതിന്. ഓക്കെ, കുറേ നേരത്തേക്ക് എൻ്റെ മുഖം ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം വേറെ എന്തൊക്കെയോ പോലായി. നമ്മളങ്ങനെ കാറിൽ പാപ്പുമ്മയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് ഹസ്നയെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വാപ്പ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ വാപ്പയെ 2-3 പ്രാവശ്യം വിളിച്ച്, വാപ്പ കേട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ നടത്തി. എൻ്റെ മൈലാഞ്ചി ആയപ്പോഴത്തേക്ക് നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ വാപ്പുമ്മയുടെ കൂടെ വാപ്പ സെൽഫി എടുക്കുന്നൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 2 ഫ്രണ്ട്സാണ്. ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. ഒരാളെൻ്റെ കൂടെ 10ൽ പഠിച്ചത്, ഒരാളെൻ്റെ കൂടെ +2 പഠിച്ചതും. ദിസ് ഇസ് ശ്രേയ. പിന്നെ ഇവളെൻ്റെ കസിനാണ് ആമി വളരെ ഒരു ലിപ്സ്റ്റിക് അഡിക്റ്റാണ്. ഇതൊക്കെ കണ്ടില്ല, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചു ഗൈസ്. എൻ്റെ 2 ഫ്രണ്ട്സ് നാളത്തോടെ ബിരിയാണി കഴിച്ചു. പിന്നെ കസ്റ്റാർഡ് കഴിച്ചു. നമ്മൾ കസ്റ്റാർഡ് കൊടുത്തപ്പം എൻ്റെ ആമിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ തല കുലുക്കിയിട്ട് ഓടി. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല ചില്ലടിച്ചിരുന്നു കുറേ നേരം. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അറിയാതെയാണ് ഇവർ എക്സ്പ്രഷൻ ഇടുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ നമ്മൾ ശ്രേയയെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വീട്ടിൽ വന്നിരുന്ന് പിന്നെയും കുറേ നേരം സംസാരിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എൻ്റെ ഈദ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ.